മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ച് ദേശീയ അന്വേഷണ ഏജൻസി. റാണയെ 18 ദിവസത്തെ NIA കസ്റ്റഡിയിലാണ് പാട്യാല ഹൗസ് കോടതി വിട്ടത്. കനത്ത സുരക്ഷയിൽ തടവിൽ പാർപ്പിച്ച റാണയിൽ നിന്നും ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളാണ് തേടുന്നത്. രാജ്യത്തെ നടുക്കിയ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യം ചെയ്യലിനു വേണ്ടിയാണ് 18 ദിവസത്തെ NIA കസ്റ്റഡി ദില്ലി പാട്യാല ഹൗസ് കോടതി വിധിച്ചത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്ത് റാണയുടെ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ചു. IG-യും 2 DIG-യും SP-യും അടങ്ങുന്ന 12 അംഗ ഉന്നത സംഘമാണ് ചോദ്യം ചെയ്യൽ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും നടപടികൾ നിരീക്ഷിക്കും. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ലഷ്കർ-ഇ ത്വയ്ബ, ISI, മറ്റു ഭീകര സംഘടനകളുമായുള്ള റാണയുടെ ബന്ധം സംഘം പരിശോധിക്കും. ആക്രമണത്തിലെ പങ്കിനെപ്പറ്റിയും വിശദമായി ചോദ്യം ചെയ്യും. കോൾമാൻ ഹെഡ്ലിയുമായുള്ള ബന്ധവും സാമ്പത്തിക പ്രാദേശിക കൂട്ടുകെട്ടുകളും പരിശോധിക്കും. കൊച്ചിയിലെ താജ് ഹോട്ടലിൽ താമസിച്ചതിലെ ദുരൂഹതകളും വെളിച്ചത്ത് കൊണ്ടുവരും. അതീവ സുരക്ഷയിലാണ് തഹാവൂർ റാണയെ NIA ആസ്ഥാനത്തെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി CCTV, വൈദ്യപരിശോധന എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം റാണയുടെ കൈമാറ്റ നടപടികൾ പൂർത്തിയാക്കിയതായി അമേരിക്ക സ്ഥിരീകരിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മുംബൈ ഭീകരാക്രമണത്തിന്റെ ചുരുളുകൾ അഴിച്ചെടുക്കുക എന്നതാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രധാന ലക്ഷ്യം. NIA-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തഹാവൂർ റാണയ്ക്കെതിരെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക. ദില്ലിയിലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്ത് നിന്നും ക്യാമറ പേഴ്സൺ ഗോപി കടവല്ലൂരിനോടൊപ്പം അബ്ദുൾ റഷീദ്, കൈരളി ന്യൂസ്.